Welcome to our online class. Today we are going to discuss our new chapter, server-side scripting using PHP. Server-side scripting using PHP. PHP പറഞ്ഞാൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? PHP യൂസ് ചെയ്യുന്നു. PHP സ്റ്റാൻഡ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. Hypertext preprocessor. Okay, അപ്പോൾ PHP is a popular scripting language. It is used for creating dynamic web pages. PHP stand for Hypertext Preprocessor. Next, PHP benefits ആണ്. Benefits of PHP. Benefits of PHP ഫസ്റ്റ് വൺ പറയുന്നതെന്ന് വെച്ചാൽ ഈസിലി എംബഡഡ് ഇൻ HTML. HTML ഈസി ആയിട്ട് എംബഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജാവാസ്ക്രിപ്റ്റും നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? HTML പ്രോഗ്രാമിലൂടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് PHPയും കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈസിലി എംബഡഡ് ഇൻ HTML. ഈസിലി എംബഡഡ് ഇൻ HTML. പിന്നെ പറയുന്നത് വെച്ചാൽ വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റാബേസ്. Wide variety of database. It is compatible wide variety of database. Wide variety of database. It is simple and easy to learn. It is simple and easy to learn. Simple and easy to learn. Simple and easy to learn. Next, it is faster than other scripting language. Faster than other scripting language. Okay. അപ്പോൾ easily embedded in HTML. It is compatible with wide variety of database. It is simple and easy to learn. Then faster than other scripting languages. It has a huge support from open source community. Huge support of open source community. Benefits അതൊക്കെ PHPയുടെ benefits ആണ്. എക്സ്ട്രാ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ സെറ്റാ. ഓക്കെ അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ഏതിനുണ്ട്? PHP ഉണ്ട്. ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നു. PHP എന്താ പറഞ്ഞത്? ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഈസി ടു ലേൺ ആൻഡ് സിമ്പിളാണ്. അതുപോലെ HTML ആണിത് എംബഡ് ചെയ്യുന്നത്. ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജസ് ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർസ് 3 പാക്കേജസ് ആണോ? ഫസ്റ്റ് വൺ WAMP. PHP നമ്മൾ ചെയ്യുന്നത് വിൻഡോസിലാണെങ്കിൽ WAMP സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യും. WAMP വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് അപ്പാച്ചി MySQL PHP. ഓക്കെ അപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദെൻ അപ്പാച്ചി ആണ്.
MySQL, PHP. Windows operating system, Apache web server, MySQL, database, PHP. വിൻഡോസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ലിനക്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാമ്പ് അപ്പോൾ എന്താവും വിൻഡോസിന് പകരം എന്താവും ലിനക്സ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പാച്ചി വെബ് സെർവർ MySQL ഡാറ്റാബേസ് PHP സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ലിനക്സിൽ ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് XAMPP ആണ്. It is used for both Windows and Linux. വിൻഡോസിലും ലിനക്സിലും ഏത് ഉപയോഗിക്കാം XAMPP. ഓക്കെ ഇതിൻ്റെ കൂടെ എന്ത് കൂടിയുണ്ട് ഒരു പി കൂടി കൂടുതലുണ്ട് അല്ലേ പേൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ വാമ്പ് ലാമ്പ് XAMPP ഒന്ന് ഓർത്ത് വെക്കുക എക്സാമിന് ചോദിക്കാറുള്ളതാണിത് മനസ്സിലായല്ലോ. വാമ്പ് പറയുമ്പോൾ നമ്മൾ PHPക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ്. അതിൽ വിൻഡോസിലാണെങ്കിൽ വാമ്പ് ലിനക്സിലാണെങ്കിൽ ലാമ്പ് അതുപോലെ XAMPP പറയുമ്പോൾ ബോത്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഏത് വർക്ക് ചെയ്യും XAMPP വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യം. നെക്സ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ PHPയിൽ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .php എന്നാണ്. അതായത് .cpp, .html, .jsp അങ്ങനെയായിരുന്നല്ലോ അല്ലേ ഇതേവരെ എക്സ്റ്റൻഷൻ പഠിച്ചത്. PHPയുടേത് .php. പിന്നെ PHPനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ നമ്മൾ PHP സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് PHP ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. PHP സ്റ്റാർട്ട് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. ഓക്കെ PHP യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .php സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ക്ലോസ് ചെയ്യും. മനസ്സിലായോ? പിന്നെ പറയുന്നത് PHPന് കമൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്. PHPയിൽ കമൻസ് C++ൽ എങ്ങനെയാണ് കമൻസ് കൊടുത്തിരുന്നത് ഉപയോഗിച്ചിരുന്നത് // ഈ രണ്ട് മെത്തേഡാണ് C++ൽ കമൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. സിംഗിൾ ലൈൻ കമൻസ് ആണെങ്കിൽ // യൂസ് ചെയ്യും. മൾട്ടി ലൈൻ കമൻസ് ആണെങ്കിൽ /* യൂസ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ C++ഉം PHPയും ഏറെക്കുറെ ഒരുപോലെയാണ്. കുറേ കാര്യങ്ങൾ ഇതെന്താണ് ഒരുപോലെയാണ്. CPP അപ്പോൾ നന്നായി പഠിച്ചാൽ നന്നായി അറിയുന്നെങ്കിൽ PHP പിന്നെ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമാണ്. ഓക്കെ അപ്പോൾ CPP പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഏതിലും പഠിക്കുന്നത് PHPയിലും പഠിക്കുന്നത്. ഓക്കെ അപ്പോൾ PHPയിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു PHP എന്താണ് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടി യൂസ് ടു ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജ്. PHP സ്റ്റാൻഡ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. പിന്നെ PHPയിൽ പറഞ്ഞ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ടു ലേൺ ആൻഡ് സിമ്പിളാണ്. അതുപോലെ HTML പ്രോഗ്രാമിലാണ് ഇത് എംബഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പിന്നെ പറഞ്ഞ എന്തായിരുന്നു PHPയിൽ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .php ആണ്. പിന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് PHP സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. PHP ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുക PHP. പിന്നെ PHPയിൽ കമൻസ് കൊടുക്കുന്നത് // കൊടുക്കുന്ന കമൻസ് സിംഗിൾ ലൈൻ കമൻസ് ആണെങ്കിൽ // യൂസ് ചെയ്യും. മൾട്ടി ലൈൻ കമൻസ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നു /* യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ PHPയിൽ നമുക്ക് എന്ത് കൊടുക്കാം ഔട്ട്പുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്. C++ൽ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഏതായിരുന്നു Cout ആയിരുന്നു അല്ലേ. Cout ഇങ്ങനെയായിരുന്നു ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കീവേഡ്. എന്നാൽ PHPയിൽ യൂസ് ചെയ്യുന്നത് എക്കോ ആൻഡ് പ്രിൻ്റ്.
ഇത് രണ്ടുമാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എക്കോ, പ്രിൻ്റ്. ഇനി ഈ ടാബിൾ നോക്കൂ. ഇതിൽ പറയുന്നത് നോക്കൂ, എക്കോയും പ്രിൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. എക്കോ പറയുന്നത് എന്താണ്? can take more than one parameter when used without parenthesis. ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഏതിൽ യൂസ് ചെയ്യും? എക്കോയിൽ യൂസ് ചെയ്യും. എന്നാൽ പ്രിൻറ്റിലോ ഓൺലി വൺ പാരാമീറ്റർ. എക്കോയിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റർ യൂസ് ചെയ്യും, പ്രിൻറ്റിൽ വൺ പാരാമീറ്റർ യൂസ് ചെയ്യുള്ളൂ. എന്നാൽ നെക്സ്റ്റ് പറയുന്നത് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. എക്കോയിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ല, എന്നാൽ പ്രിൻറ്റിൽ വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് നമ്മുടെ ഇത് ട്രൂ ആണെങ്കിൽ നമ്മുടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ 1 എന്നും അതുപോലെ ഫോൾസ് ആണെങ്കിൽ 0 എന്നും വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ലിറ്റിൽ ഫാസ്റ്റർ ദാൻ പ്രിൻറ്റ്. പ്രിൻറ്റിനേക്കാളും ഫാസ്റ്റ് ആണ് ഏത്? എക്കോ. അപ്പോൾ പ്രിൻ്റ് എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എക്കോയും പ്രിൻറ്റിലും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഒരു ഫംഗ്ഷനും കൂടി ഇതിൽ പറയുന്നുണ്ട്, var dump. var underscore dump. var underscore dump. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഏതിൽ പറയുന്നുണ്ട്? PHP-ൽ. This function is used to display data types and its values. ഒരു വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്സും അതിൻ്റെ വാല്യൂസും ഏതിൽ ഡിസ്പ്ലേ ചെയ്യിക്കും? var dump എന്ന ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കൊടുക്കും, നമ്മൾ PHP-ൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഡോളറിൻ്റെ ഒരു സിമ്പിൾ യൂസ് ചെയ്യണം. ഇപ്പോൾ C++ൻ്റെ കേസിൽ ഞാൻ ഇപ്പോൾ ഇൻറ്റ് എ ഇൻറ്റ് ബി ഇങ്ങനെ കൊടുത്തിരുന്നത് അല്ലേ? ഇതിൽ ഇപ്പോൾ PHP-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒക്കെ മുന്നിൽ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ഡോളർ സിമ്പിളും കൂടി യൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനൊരു സിമ്പിൾ മസ്റ്റായിട്ട് വേണം. നോക്കൂ, ഡോളർ എ ഈക്വൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഒരു വാല്യൂ കൊടുക്കുകയാണ്, 678 എന്ന് കൊടുത്തു. 678 എന്ന് കൊടുത്തു. അതുപോലെ വേറൊരു വാല്യൂ കൂടി കൊടുത്തു. ബിയിൽ ഞാൻ പറയുകയാണ് ആപ്പിൾ എന്ന് കൊടുത്തു. ഓക്കെ, var dump എന്ന ഫംഗ്ഷൻ്റെ യൂസേജ് എന്താണെന്നാണ് പറയുന്നത്. 2 വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ ബി എന്ന്. വാരിയബിൾ PHP-ൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഡോളർ സിമ്പിൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. ഫസ്റ്റ് വാരിയബിളിൽ ഞാൻ എന്ത് കൊടുത്തു? 678 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. var dump ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസിൻ്റെ ഡാറ്റ ടൈപ്സും വാല്യൂവിനെയും ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്തുണ്ടാവുക? ഇത് എന്തെന്നാ പറയുക? ഔട്ട്പുട്ടിൽ ഇൻ്റ് ആണ്. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണെന്നും വാല്യൂ ഏതാണ്? 678 ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കും. അതുപോലെ ബി എന്ന വാരിയബിളിൻ്റെ കേസിൽ എന്തെന്നാ വരിക? അതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ഡാറ്റ ടൈപ്പും വരും, ഫൈവ് എന്ന് പറഞ്ഞത് 5 ലെറ്റേഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഡാറ്റ ടൈപ്പും വാല്യൂം രണ്ടും കൂടി ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് var dump എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ PHP-യെ കുറിച്ചൊരു മൊത്തത്തിലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ? എന്തൊക്കെയാണ് PHP, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, PHP-യുടെ ഫുൾ ഫോം എന്താണ്, PHP-യിൽ എങ്ങനെ കമൻറ്റ്സ് കൊടുക്കുന്നു, PHP-യിൽ എങ്ങനെയാണ് വാരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡോളർ എന്ന സിമ്പിൾ യൂസ് ചെയ്യണം. കമൻറ്റ്സ് കൊടുക്കുമ്പോൾ സിംഗിൾ ലൈൻ ആണെങ്കിൽ ഡബിൾ സ്ലാഷ്, മൾട്ടി ലൈൻ ആണെങ്കിൽ /*. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.